തൃശൂർ പൂങ്കുന്നം പ്ലാക്കാട്ട് പറമ്പിൽ ലെയിനിൽ പൊതുകുളത്തിന്റെ മതിലിടിഞ്ഞ് അപകടം. ലെയിനിന്റെ സമീപമുണ്ടായിരുന്ന വീട് കുളത്തിലേക്ക് പതിക്കാറായ അവസ്ഥയിലാണ്. വൈദ്യുത പോസ്റ്റുകളും മറിഞ്ഞു വീഴാറായ നിലയിലാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾ ആ സമയത്ത് വീടിനകത്ത് ഉണ്ടായത്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കടയിലേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ 8 മണി സമയത്താണ് എന്നെ വിളിച്ചു പറയാം എവിടെയുള്ളവർ. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ വീഴാറായിട്ട് നിൽക്കണേ, വേഗം വരണമെന്ന് പറഞ്ഞു. ഒന്ന് നോക്കിയപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വീട്ടിൽ അമ്മയുണ്ടായിരുന്നു. അമ്മേനൊക്കെ അവർ വേറെ നീക്കി വേറെ അടുത്ത വീട്ടിലോണ്ടിരുത്തി. ഈ ഭാഗത്ത് ഇടിഞ്ഞു വീഴാറായ സ്ഥിതി തന്നെയായിരുന്നു. അതായത് ഇത് സീതാമലിൻ്റെ അധീനതയിലുള്ള കുളമാണ്. നമുക്കറിയാം, ഇത് ഏകദേശം 2009 ഈ അനുബന്ധ ഭാഗം, അതായത് ഈ ഇടിഞ്ഞ ഭാഗത്തല്ലാത്ത ഭാഗം 2009 കോർപ്പറേഷൻ അനുമതിയോടുകൂടി നവീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഏകദേശം 10-60 വർഷത്തോളം കാലപ്പഴക്കമുള്ള 8-9 അടിയോളം ഉയരമുള്ള കരിങ്കൽ മതിലാണ്. ഇത് പല പ്രാവശ്യം നമ്മൾ അധികൃതർ അത് കൂടി പൊളിച്ചു പണിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്ന്, ഇത് അതിഭീകരമായ ശബ്ദത്തോടു കൂടി ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇതിനോടനുബന്ധിച്ച വീടും ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കുളത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് അടിയന്തരമായ നടപടി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നത്? നമ്മളിപ്പോൾ സീതാറാം MD സംസാരിച്ചിട്ടുണ്ട്. അവരനുമതി കൊടുക്കാൻ കോർപ്പറേഷൻ ഏറ്റെടുക്കും എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നത്. നടക്കുന്ന ജോലികൾ ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ ഇവിടുത്തെ വീട് പണിത കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരമായി വീഴാതിരിക്കുകയാണ്. ഒരു സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു അടിയന്തര നടപടിക്രമം മാത്രമാണ് ചെയ്യുന്നത്. ഈ മഴ കനക്കുകയാണെങ്കിൽ ഈ അടിഭാഗത്ത് നിന്ന് ഒരുപക്ഷെ വെള്ളമെല്ലാം തന്നെ കയറി ഈ മണ്ണൊലിച്ചു പോയി ഒരുപക്ഷെ ഈ തറയ്ക്ക് കേടുപാടുകൾ സംഭവിക്കും. അതുപോലെ തന്നെ വീടിനും കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. 2 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. സെൽവൻ്റെ അമ്മയുമാണ് ഇവിടെ താമസിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ താൽക്കാലികമായി ഇവിടെ വീടിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇനി അത് ശാശ്വതമായൊരു പരിഹാരം, സ്ഥിരം പരിഹാരം എന്നുള്ള രീതിക്ക് ഇതിൻ്റെ ഈ കുളത്തിൻ്റെ മതിലുകൾ നവീകരിക്കുന്ന നടപടികളിലേക്ക് കടക്കണമെന്നുള്ള ആവശ്യമാണ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്.